സ്മാർട്ട് സിറ്റി ഒന്നാം ഘട്ടത്തിലെ ആദ്യ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനം മാർച്ച് 15-ന് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 1-ന് മുൻപ് നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 6000 പേർക്ക് ജോലി ലഭിക്കും. സ്മാർട്ട് സിറ്റി ഒന്നാം ഘട്ടത്തിലെ ആദ്യ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനം മാർച്ച് 15-ന് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉറപ്പു നൽകി. 11 ഏക്കറിൽ 6.3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യ ബിൽഡിംഗ് പൂർത്തിയാകുന്നത്. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 1-ന് മുൻപ് നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേവലം ഉദ്ഘാടനം നടത്തുക മാത്രമല്ല, യഥാർത്ഥ ഫംഗ്ഷനിങ് ഇതിനോടകം തന്നെ പല കമ്പനികളുമായിട്ട് സ്മാർട്ട് സിറ്റി എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനത്തോടു കൂടിയായിരിക്കും അത് തുടങ്ങുന്നത്. 6000 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നേരിട്ട് ജോലി ലഭിക്കുക. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും ഉടൻ ആരംഭിക്കും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം ഘട്ടത്തിലും 6.3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക. 5 ഏക്കറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരു സ്കൂൾ, 2 IT ബിൽഡിംഗുകൾ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലുണ്ടാവുക. 400 കോടി രൂപയാണ് 2 ഘട്ടങ്ങൾക്കുമായി ഈ വർഷം ചെലവിടുന്നത്. ഇതിൽ 200 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡ്, ഇലക്ട്രിസിറ്റി, കനാൽ നവീകരണം എന്നിവയും ഉൾപ്പെടും. നിലവിൽ 3 കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, K ബാബു, സ്മാർട്ട് സിറ്റി MD ബാജു ജോർജ്, CEO ജിജോ ജോസഫ്, TCOM വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അൽമുല്ല, MA യൂസഫ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊച്ചി.